അപ്പോൾ എന്താണ് ഈ യുഎഫ നേഷൻസ് ലീഗ്? ഇത് ആദ്യമായിട്ട് കിക്ക് ഓഫ് ചെയ്യുന്ന 2018-19 സീസണിലാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഇത് ആരെയൊക്കെ ബെനിഫിറ്റ് ചെയ്യും? ഈ യുഎഫ നേഷൻസ് ലീഗിന്റെ ഫോർമാറ്റ് എന്താണ്? ഇതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മോസ്റ്റ്ലി യൂറോപ്യൻ കൺട്രീസ് ആണ്. നോർഡിക് കൺട്രീസ് എന്നറിയപ്പെടുന്ന ഫിൻലൻഡ്, ഡെൻമാർക്ക്, ബാൾട്ടിക് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്ന എസ്റ്റോണിയ, ലത്തീവിയ, ലിത്വേനിയ, ബാൽക്കൻസ് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പ് എന്നറിയപ്പെടുന്ന റൊമേനിയ, സെർബിയ എന്നീ രാജ്യങ്ങളാണ് യുഎഫ നേഷൻസ് ലീഗിൽ പങ്കെടുക്കുന്നത്. ഇനി ഈ യുഎഫ നേഷൻസ് ലീഗ് കൊണ്ട് എന്താണ് പ്രയോജനം? എന്താണ് അവർ ഉദ്ദേശിച്ചത്? ഈ ഇടയ്ക്ക് നടക്കുന്ന ഫ്രണ്ട്ലീസ് ഒന്ന് സ്ട്രക്ചർ ചെയ്യാനാണ് മെയിൻലി അവർ ഉദ്ദേശിച്ചത്. ഇത് മാത്രമല്ല, ഇത് യൂറോ കപ്പിലേക്കുള്ള ഒരു സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ടും അതുപോലെ തന്നെ വേൾഡ് കപ്പിലേക്കുള്ള ഒരു സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ടും ഈ യുഎഫ നേഷൻസ് ലീഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ യുഎഫ നേഷൻസ് ലീഗ് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് നോക്കാം. ഈ യുഎഫ നേഷൻസ് ലീഗ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് വളരെ യുണീക്ക് ആയിട്ടാണ്. ഇതിനകത്ത് ലീഗുണ്ട്, ലീഗിനകത്ത് ഗ്രൂപ്പുണ്ട്, പ്രൊമോഷനുണ്ട്, റെലഗേഷനുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിന് നമുക്ക് നേരെ നമ്മുടെ വൈറ്റ് ബോർഡിലേക്ക് പോകാം. ആകെ മൊത്തം 55 ടീമാണ് ഉള്ളത്. ഈ 55 ടീമിനെ 4 ലീഗായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ലീഗ് എ, ലീഗ് ബി, ലീഗ് സി, ലീഗ് ഡി. ഇപ്പോൾ കറൻ്റ്ലി 54 ടീമേ ഉള്ളൂ. കാരണം റഷ്യനെ കോമ്പറ്റീഷനിൽ നിന്ന് ബാൻ ചെയ്തിരിക്കുകയാണ്. യുഎഫ നേഷൻസ് ലീഗിൽ നിന്നും ഫിഫ വേൾഡ് കപ്പിൽ നിന്നും ബാൻ ചെയ്തിരിക്കുകയാണ് കറൻ്റ്ലി. അതുകൊണ്ട് ഇപ്പോൾ 54 ടീംസേ ഉള്ളൂ. ഈ 54 ടീംസിനെ 4 ലീഗിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഓരോ ലീഗിലും ഏതൊക്കെ ടീം വരുന്നു എന്നുള്ളത് യുഎഫ കോഎഫിഷ്യന്റ് റാങ്കിങ് സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ റാങ്കിങ് ഉള്ള ടീം ലീഗ് എയിൽ വരും. അങ്ങനെ റാങ്കിങ് കുറഞ്ഞ ടീമുകളൊക്കെ ബി, സി, ഡി എന്നീ ലീഗുകളിൽ വരും. അപ്പം ഈ റാങ്കിങ്ങിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വേൾഡ് കപ്പ് എടുത്തവർ, ലാസ്റ്റ് യൂറോ കപ്പ് എടുത്തവർ, ഏറ്റവും കൂടുതൽ വിൻ പെർസെൻറ്റേജ് ഉള്ളവർ, ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചവർ, ഇതൊക്കെ ചുരുക്കം ചില ക്രൈറ്റീരിയാസിൽ ഒന്ന് മാത്രമാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. അങ്ങനെ കുറേ ക്രൈറ്റീരിയാസ് കമ്പൈൽ ചെയ്തിട്ടാണ് യുഎഫ കോഎഫിഷ്യന്റ് റാങ്കിങ് സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത്. ഓരോ ലീഗിലും എത്ര ടീം എന്ന് നമുക്ക് നോക്കാം. ഈ ലീഗിൽ ലീഗ് എ, ബി, സി എന്നീ ലീഗുകളിൽ 16 ടീമാണ് ഉള്ളത്. ഓക്കെ, ലീഗ് ഡിയിൽ 6 ടീമാണ് ഉള്ളത്. ഇനി എന്താണ് സംഭവിക്കുക? എല്ലാ ലീഗും ഗ്രൂപ്പ് സ്റ്റേജുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി നടക്കുന്ന യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ ഏതാണ്ട് സെയിം ഫോർമാറ്റ് തന്നെയാണ്. ഒരു സിംഗിൾ ലീഗ് ടേബിളാണ്, പക്ഷേ അതിനെ വീണ്ടും ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏകദേശം സെയിം ഫോർമാറ്റാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ്സ് ടേക്ക് എക്സാമ്പിൾ ഓഫ് ലീഗ് എ. ഈ ലീഗിനകത്ത് 16 ടീംസ് ഉണ്ട്. ഈ 16 ടീംസിനെ വീണ്ടും 4 ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ലീഗ് എ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4. ഓക്കെ, അത് തന്നെ ബാക്കി ലീഗ് ബി, ലീഗ് സിക്ക് സംഭവിക്കുന്നു. 16 ടീമുള്ളതിനെ 4 ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ലീഗ് ഡിയിൽ ടീമിൻ്റെ എണ്ണം കുറവായതുകൊണ്ട്, വെറും 6 ടീം മാത്രമായതുകൊണ്ട് ഈ ലീഗിൽ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഓരോ ഗ്രൂപ്പിലും 3 ടീം വെച്ച് ബാക്കി എല്ലാ ലീഗിലും 4 ടീമാണ് ഒരു ഗ്രൂപ്പിൽ ഉള്ളത്. ഇതാണ് യുഎഫ നേഷൻസ് ലീഗിൻ്റെ ലീഗ് ഫോർമാറ്റും ഗ്രൂപ്പ് ഫോർമാറ്റും. ഓക്കെ, ഇനി അടുത്ത എന്താണ് സംഭവിക്കുക? ഓരോ ടീമും, അതായത് ലീഗിനകത്ത് ഗ്രൂപ്പിനകത്തുള്ള ഓരോ ടീമും, ഇതിപ്പോൾ 4 ടീമാണല്ലോ ഉള്ളത്. 1, 2, 3, 4 4 ടീമാണ് ഉള്ളത്. ഓരോ ടീമും മറ്റ് ടീമുകളുമായിട്ട് ഹോം ആൻഡ് എവേ കളിക്കുന്നു. അപ്പോൾ ലീഗ് സിയിലെ, നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്, ലീഗ് സിയിലെ ഈ ടീം നമ്പർ 1 ബാക്കി ടീമുകളുമായിട്ട് 2 ഗെയിം വീതം കളിക്കുന്നു. അതായത് 2, 4, 6 ഗെയിം ടോട്ടൽ കളിക്കുന്നു. ഒരെണ്ണം ഹോം, ഒരെണ്ണം എവേ. ഓക്കെ, ലീഗ് ഡിയിലോ? ലീഗ് ഡിയിലാണെങ്കിൽ 3 ടീമാണ് ഉള്ളത്. ഓക്കെ, 1, 2, 3. ഈ 3 ടീമിൽ ഓരോ ടീമും 2 കളി വീതം തന്നെ കളിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 2, 4. അപ്പം ലീഗ് ഡിയിൽ ഒരു ടീം 4 കളി കളിക്കുന്നു. ലീഗ് സി, ബി, എ എന്നീ ലീഗുകളിലെ ഗ്രൂപ്പ് സ്റ്റേജസിൽ ഓരോ ടീമും 6 ഗെയിം വീതം കളിക്കുന്നു. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഗ്രൂപ്പ് സ്റ്റേജ് അവസാനിച്ചു എന്ന് നമുക്ക് കരുതാം. അതായത് എല്ലാ ടീമും എല്ലാ ഗെയിമും കളിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. ലീഗ് എയിൽ ഗ്രൂപ്പ് വിന്നേഴ്സ്, അതായത് ലീഗ് എയിലെ നമ്പർ 1 ഈ എല്ലാ ഗെയിമും കളിച്ചു കഴിഞ്ഞതിന് ശേഷം ഗ്രൂപ്പ് വിന്നേഴ്സിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള ടീമും ഏറ്റവും കൂടുതൽ ഗോൾ ഡിഫറൻസ് ഉള്ള ടീമും ഗ്രൂപ്പ് വിന്നേഴ്സ് 1, 2, 3, 4 ഗ്രൂപ്പ് വിന്നേഴ്സ് ഉണ്ട് ലീഗ് എയിൽ.
ഈ ലീഗ് എയിലെ ഗ്രൂപ്പ് വിന്നേഴ്സ് നേരെ യുഎഫ നേഷൻസ് ലീഗിൻ്റെ ഫൈനൽസിലേക്ക് കടക്കും. അതായത് ഈ 4 പേരും സെമി ഫൈനൽ കളിക്കുന്നു. ഓക്കെ, സെമി ഫൈനൽ കളിച്ച് ജയിക്കുന്നവർ ഫൈനൽ കളിക്കുന്നു. ഫൈനൽ കളിച്ച് ജയിക്കുന്നവർ യുഎഫ നേഷൻസ് ലീഗ് കപ്പ് ഉയർത്തുന്നു. ഇതിന് ഇടയിൽ തേർഡ് സ്പോട്ടിൻ്റെ ഒരു ഗെയിമും കൂടെ ഉണ്ട്. സെമി ഫൈനലിൽ തോക്കുന്നവർ തമ്മിൽ 3-ാം സ്ഥാനത്തിനുള്ള ഒരു കളിയും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്, ഈ ലീഗ് എയിൽ കളിക്കുന്നവർക്ക് മാത്രമേ യുഎഫ നേഷൻസ് ലീഗ് കപ്പ് ഉയർത്താൻ പറ്റത്തുള്ളൂ എന്ന്. കറക്റ്റ്. ലീഗ് എയിൽ കളിക്കുന്നവർക്ക് മാത്രമേ യുഎഫ നേഷൻസ് ലീഗ് കപ്പ് ഉയർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലീഗ് ബി, ലീഗ് സി, ലീഗ് ഡി എന്നീ ലീഗിൽ കളിച്ചവരുടെ കളിയൊക്കെ വേസ്റ്റ് ആയോ എന്നാണ്. ഒരിക്കലുമല്ല. നമ്മളിപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലീഗ് എയിലുള്ള വിന്നറിൻ്റെ കൂട്ട് തന്നെ ലീഗ് ബിയിലും വിന്നർ കാണും. ഓക്കെ, വിന്നർ അവിടെ 2 വിന്നർ. ഓക്കെ, അങ്ങനെ എല്ലാ ലീഗിലും എല്ലാ ഗെയിമും കളിച്ചതിന് ശേഷം എല്ലാ ലീഗിൻ്റെയും ടോപ്പേഴ്സ് കാണും. ഈ ലീഗ് വിന്നേഴ്സ്, അതായത് ഈ 4 ലീഗ് വിന്നേഴ്സ് ലീഗ് ബിയിൽ നിന്ന് ലീഗ് എയിലേക്ക് പ്രൊമോഷൻ കിട്ടുന്നു. അതുപോലെ തന്നെ എല്ലാ ലീഗിലും വിന്നർ ഉള്ളതുപോലെ തന്നെ എല്ലാ ലീഗിലും ബോട്ടം ടീമും ഉണ്ടാവും. ഓക്കെ, ദാ ബോട്ടം. ഈ ബോട്ടം ടീംസ് എല്ലാം ലീഗ് എയിൽ നിന്ന് ലീഗ് ബിയിലേക്ക് എന്താണ് റെലഗേഷൻ സംഭവിക്കുന്നു. അതുപോലെ തന്നെ ലീഗ് ബിയിൻ്റെ ചാമ്പ്യന്മാരെന്താണ് ലീഗ് സിൻ്റെ ചാമ്പ്യന്മാരെന്താണ് ലീഗ് ബിയിലേക്ക് വരുന്നു. ലീഗ് ബിയിൻ്റെ ബോട്ടം ടീംസ് എന്താണ് റെലഗേറ്റായി ലീഗ് സിയിലേക്ക് പോകുന്നു. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് ലീഗ് സിൻ്റെ റെലഗേഷൻ ബാറ്റിലിന്. അതിലേക്ക് നമുക്ക് വരാം. നിങ്ങളിവിടെ കണ്ടല്ലോ, ലീഗ് ഡിയിൽ ആകെ 2 സ്പോട്ടേ ഉള്ളൂ റെലഗേഷൻ ടീമിനായിട്ട്. പക്ഷേ ഇവിടെ എന്താണ്, ലീഗ് സിയിൽ 4 ബോട്ടം ടീമുണ്ട്. ഐഡിയലി ഈ 4 ടീമും ഇങ്ങോട്ട് റെലഗേറ്റ് ആവേണ്ടതാണ്. പക്ഷേ ഇവിടെ ആകെ മൊത്തം 2 സ്പോട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 2 സ്പോട്ട് ഈ 4-ൽ നിന്ന് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 4 ടീംസും, അതായത് ഈ ബോട്ടം ഫിനിഷ് ചെയ്ത ഈ 4 ടീംസ് തമ്മിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ വെക്കുന്നു. പ്ലേ ഓഫ് മത്സരങ്ങളിൽ ജയിക്കുന്ന ആൾ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, പ്ലേ ഓഫ് മത്സരങ്ങളിൽ തോൽക്കുന്ന ആൾ റെലഗേറ്റായി ലീഗ് സിയിൽ നിന്ന് ലീഗ് ഡിയിലേക്ക് പോകുന്നു. ഓക്കെ, അതുപോലെ തന്നെ ലീഗ് ഡിയിലെ വിന്നർ ഓട്ടോമാറ്റിക്കലി ലീഗ് സിയിലേക്ക് പ്രൊമോഷൻ കിട്ടുന്നു. ഇതാണ് യുഎഫ നേഷൻസ് ലീഗിൻ്റെ സ്ട്രക്ചർ, ലീഗ് ഫോർമാറ്റും ഗ്രൂപ്പ് സ്റ്റേജസ് ഗെയിമുകളുടെയും സ്ട്രക്ചർ. ആദ്യം കാണുമ്പോൾ ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. നമുക്കിനി അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എൻ്റെ വൈറ്റ് ബോർഡിൻ്റെ സഹായത്തോടെ യുഎഫ നേഷൻസ് ലീഗ് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതെന്നൊരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ പർപ്പസിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ മെയിൻ പർപ്പസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ, നമ്പർ 1, ഈ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലീസ് ഒഴിവാക്കിയിട്ട് ഒരു മീനിങ് ഫോർമാറ്റ് കൊണ്ടുവരിക എന്നതായിരുന്നു ഇതിൻ്റെ ഒരു മെയിൻ റീസൺ. അതുപോലെ തന്നെ ഞാൻ ഇതിനെ നോക്കുന്ന വേറൊരു രീതിയിലാണ്. ഒരു ടീമിൻ്റെ ഒരു അളവുകോലായിട്ട്, ഒരു KPI, ഒരു മെട്രിക്സ് ആയിട്ട്, ഒരു പെർഫോമൻസ് മെട്രിക്സ് ആയിട്ട് ഈ പറയുന്ന യുഎഫ നേഷൻസ് ലീഗ് സഹായിക്കും. ഫോർ എക്സാമ്പിൾ, ജോർജിയ എന്ന് പറയുന്ന ഒരു കൺട്രി എടുക്കാം. ആ കൺട്രി ഗ്രൂപ്പ് ഡിയിലാണെന്ന് വിചാരിക്കുക. അപ്പം ഈ പറയുന്ന ജോർജിയ എന്ന് പറയുന്ന ടീമിന് തന്നെ അറിയാം അവരുടെ പെർഫോമൻസ് അത്ര നല്ലതല്ല എന്ന്. കാരണം നമ്മളിപ്പോൾ ലീഗ് ഡിയിലാണ് ഉള്ളത്, അതുകൊണ്ട് നമ്മുടെ പെർഫോമൻസ് നല്ലതല്ല. അടുത്ത 5 വർഷത്തിനുള്ളിൽ നമുക്ക് ലീഗ് എയിലേക്ക് എത്തണം എന്ന്. ഇങ്ങനൊരു ഫോർമാറ്റ് വന്നപ്പോൾ അങ്ങനൊരു വിഷൻ ഡിസൈൻ ചെയ്യാൻ ടീമിനെ സഹായിക്കുന്ന ഒരു ഫോർമാറ്റാണ് ഈ പറയുന്ന യുഎഫ നേഷൻസ് ലീഗ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ആദ്യം ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല കൺഫ്യൂഷൻ, എനിക്ക് നല്ല ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടായിരുന്നു. എന്തിനാ ഇത് ഇത്രയും കൺഫ്യൂസ് ആക്കുന്നത്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു എന്ന്. ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ ലെയർ ബൈ ലെയർ ഇങ്ങനെ റിസർച്ച് ചെയ്തപ്പം എനിക്ക് മനസ്സിലായി, ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ വരുമ്പോൾ ടീംസിന്, അതായത് മുന്നേറാൻ താല്പര്യമുള്ള ടീംസിന് മുന്നേറാൻ താല്പര്യമുള്ള ഒരു ടീംസിന് തീർച്ചയായിട്ടും അവർക്ക് മെഷറബിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് അവർക്ക് കാണാൻ പറ്റും ഈ ഒരു ഫോർമാറ്റ് വെച്ചിട്ട്. ഇനി ഇതെങ്ങനെയാണ്
യൂറോ കപ്പ് ക്വാളിഫിക്കേഷന് സഹായിക്കുന്നത്, വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷന് സഹായിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ചില ടീംസിന് ഡയറക്റ്റ് യൂറോ ക്വാളിഫിക്കേഷനിലൂടെ ചിലപ്പോൾ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. അങ്ങനത്തെ ടീംസിന് യുഎഫ നേഷൻസ് ലീഗിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന, അതായത് ഗ്രൂപ്പ് വിന്നേഴ്സിന് പ്ലേ ഓഫ് കളിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. ഈ പ്ലേ ഓഫിലൂടെ യൂറോ കപ്പിലേക്കുള്ള ഒരു എൻട്രി കിട്ടും. അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോർത്ത് മെസഡോണിയ എന്ന് പറയുന്ന ടീം ഡയറക്റ്റ് യൂറോ ക്വാളിഫിക്കേഷനിലൂടെ ക്വാളിഫൈ ആകാൻ പറ്റാതിരിക്കുന്നു. ഓക്കെ, പക്ഷേ അവർ യുഎഫ നേഷൻസ് ലീഗിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് അവർക്ക് പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിക്കാൻ പറ്റുന്നു. ആ പ്ലേ ഓഫ് സ്ഥാനത്തിൽ അവർ കളിച്ച് ജയിച്ച് ചരിത്രത്തിൽ ആദ്യമായിട്ട് യൂറോ കപ്പിൽ ഇടം കണ്ടെത്തുന്നു. 2020 യൂറോ കപ്പിൽ നോർത്ത് മെസഡോണിയ അങ്ങനെ കളിക്കുകയാണ്. അതിന് അവസരം കൊടുത്തത് ഈ യുഎഫ നേഷൻസ് ലീഗ് എന്ന് പറയുന്ന ഫോർമാറ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് യൂറോ കപ്പിലേക്കുള്ള ഒരു സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ യുഎഫ നേഷൻസ് ലീഗ് വരുന്നത്. ഇനി യുഎഫ നേഷൻസ് ലീഗ് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ എങ്ങനെ സഹായിക്കുന്നതെന്ന് ഞാൻ പറയാം. അതും സെയിം ഫോർമാറ്റാണ്, പ്ലേ ഓഫിൽ ഇടം കണ്ടെത്തുന്നു, കയറുന്നു. എന്നാൽ പോലും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഈ വേൾഡ് കപ്പിൽ ഫിഫ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സ്പോട്ട്, അതായത് യുഎഫയ്ക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സ്പോട്ട് 13 ടീംസാണ്. ഇതിലെ 10 ടീംസ് ഡയറക്റ്റ് ക്വാളിഫിക്കേഷനിൽ നിന്ന് കയറുന്നു, അതായത് ഗ്രൂപ്പ് സ്റ്റേജസിലെ വിന്നേഴ്സായിട്ട് അവർ കയറുന്നു. ഇനി ബാക്കി എത്ര ടീംസാണുള്ളത്? 3 ടീംസ്. ഈ 3 ടീമിനെ സെലക്ട് ചെയ്യുന്ന പ്ലേ ഓഫിലൂടെയാണ്. ഈ 3 ടീമിനെ സെലക്ട് ചെയ്യുന്നത് 12 ടീം തമ്മിൽ പ്ലേ ഓഫ് കളിച്ചതിന് ശേഷമാണ്. അപ്പോൾ ഈ 12 ടീമിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ 10 ടീം ക്വാളിഫൈ ആയെന്ന്, ഡയറക്റ്റ് വിന്നേഴ്സായിട്ട് ക്വാളിഫൈ ആവുന്നു. അതിൻ്റെ സെക്കൻഡ് പൊസിഷനിലുള്ളത്, അതായത് നെക്സ്റ്റ് ബെസ്റ്റ് പെർഫോമിംഗ് ടീം. അപ്പം ഓൾറെഡി 10 സ്പോട്ട് ഫില്ലായി. ഇനി എത്ര ടീമാണ് ബാക്കിയുള്ളത്? 2 ടീം. ഈ 2 ടീം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് യുഎഫ നേഷൻസ് ലീഗ് വരുന്നത്. ഈ യുഎഫ നേഷൻസ് ലീഗിൽ ഗ്രൂപ്പ് വിന്നേഴ്സായിട്ടുള്ളവർക്ക് ഈ പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിക്കാം. വെറും ഗ്രൂപ്പ് വിന്നേഴ്സ് അല്ല, ക്വാളിഫൈ ആകാത്ത ഗ്രൂപ്പ് വിന്നേഴ്സിന് ഈ സ്ഥാനം ഉറപ്പിക്കാം. അതിന് കറക്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓസ്ട്രിയ ആൻഡ് ചെക്ക് റിപ്പബ്ലിക് ഈ കഴിഞ്ഞ 2022 ഖത്താറിൽ നടന്ന വേൾഡ് കപ്പിൽ ഇവർ ക്വാളിഫയിങ് സ്റ്റേജസിൽ ക്വാളിഫൈ ആകാൻ പറ്റിയില്ല. പക്ഷേ ഇവർ യുഎഫ നേഷൻസ് ലീഗിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട്, അതായത് ഇവർ ഗ്രൂപ്പ് ബിൻ്റെ വിന്നേഴ്സായിരുന്നു, അതുകൊണ്ട് ഇവർക്ക് വേൾഡ് കപ്പിൻ്റെ പ്ലേ ഓഫ് കളിക്കാനുള്ള അവസരം കിട്ടി. ഈ 2 ടീമിനും ഈ പ്ലേ ഓഫിൻ്റെ അവസരം മുതലാക്കി വേൾഡ് കപ്പിൽ കയറാൻ പറ്റിയില്ല എന്നുള്ളത് വേറൊരു സത്യമാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു അവസരം പോലും അവർക്ക് കിട്ടത്തില്ലായിരുന്നു യുഎഫ നേഷൻസ് ലീഗ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ഇല്ലായിരുന്നെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ യുഎഫ നേഷൻസ് ലീഗിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഈ യുഎഫ നേഷൻസ് ലീഗിനെ പറ്റിയല്ല, ഈ യുഎഫ നേഷൻസ് ലീഗിൻ്റെ ഫോർമാറ്റിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി. ഈ ഒരു ഫോർമാറ്റ് ബാക്കിയുള്ള ഫെഡറേഷൻസും ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ സ്ട്രോങ് ഒപ്പീനിയൻ. ഈ ഫോർമാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞതിൽ പിന്നെ ഉടനെ തന്നെ കോൺകാക്കാഫ് എന്ന് പറയുന്ന ഫെഡറേഷൻ, അതായത് നോർത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക, കരീബിയൻ ടീം അടങ്ങുന്ന കോൺകാക്കാഫ് എന്ന് പറയുന്ന ഫെഡറേഷൻ ഈ യുഎഫ നേഷൻസ് ലീഗ് കിക്ക് ഓഫ് ചെയ്തതിൻ്റെ നെക്സ്റ്റ് ഇയർ തന്നെ ആ ഫോർമാറ്റ് അവർ അഡോപ്റ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ള ഫെഡറേഷൻസ് ഇത് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ സെയിം ഫോർമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് ആഫ്രിക്കൻ നേഷൻ ഫെഡറേഷൻ, കാഫ്, AFC, അതായത് ഏഷ്യൻ ഫെഡറേഷൻ ഇതിനെപ്പറ്റി അങ്ങനെ സീരിയസ് തോട്ടൊന്നും കൊടുത്തിട്ടില്ലെന്നാണ് ഇതുവരെ കിട്ടുന്ന റിപ്പോർട്ട്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്ന AFCക്ക് തന്നെയായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചേ, ഇന്ത്യ ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിലാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ നമ്മളെപ്പോലെ ഫാൻസിന് തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന്. ഫോർ എക്സാമ്പിൾ ലീഗ് ഡിയിലാണ്. ഓക്കെ, നമ്മൾ ലീഗ് ഡിയിലാണ്. ഇനി ലീഗ് സിയിലേക്ക് നമ്മൾ ഉയരണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 വർഷം കഴിഞ്ഞ് നമ്മൾ ലീഗ് ബിയിലാണെന്ന് വിചാരിക്കാം. ഇന്ത്യ ഇപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, വീഡിയോയുടെ ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു പെർഫോമൻസ് മെട്രിക്സ് വരികയാണ്. ഒരു വിഷൻ ഡിസൈൻ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണ് ഇങ്ങനത്തെ ഓരോ ഫോർമാറ്റ് വെച്ചിട്ട്. ഈ ഒരു ഫോർമാറ്റ് വളരെ ഒരു ലോങ് ടേം വിഷനുള്ള ഒരു ഫോർമാറ്റാണ്. ഈ ഒരു ഫോർമാറ്റ് ചെറിയ ടീംസിനെയൊക്കെ അവർ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പുഷ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് തന്നെയാണ്. ഈ ഒരു ഫോർമാറ്റ് എത്രയും പെട്ടെന്ന് AFC അഡോപ്റ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ AFC അഡോപ്റ്റ് ചെയ്താൽ മാത്രം പോരാ ഈ ഒരു ഫോർമാറ്റ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ യുഎഫ ചെയ്തതുപോലെ തന്നെ, യുഎഫ നേഷൻസ് ലീഗ് ചെയ്തതുപോലെ തന്നെ ഈ ഒരു ഫോർമാറ്റിനെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ഇൻടു AFC കപ്പ്, ഇൻടു വേൾഡ് കപ്പ് ഈ ഒരു വഴിയും കൂടെ വെട്ടിത്തെളിച്ച് കൊടുക്കണം. കാരണം യുഎഫ നേഷൻസ് ലീഗ് വെറും ഒരു ലീഗല്ല,
അതിൽ യൂറോ കപ്പ് ക്വാളിഫിക്കേഷനിൽ തോറ്റാൽ പോലും ഇവർക്ക് ഇവിടെ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു അവസരമുണ്ട് UEFA പ്ലേ ഓഫ് കളിച്ച് യൂറോ കപ്പിലേക്ക് കയറാൻ. അതുപോലെ തന്നെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് കയറാൻ പറ്റിയില്ലെങ്കിൽ പോലും അതേസമയം UEFA നേഷൻസ് ലീഗിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി അവസരം കിട്ടും പ്ലേ ഓഫ് കളിച്ച് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനിലേക്ക് കയറാൻ. ഈ UEFA നേഷൻസ് ലീഗ് ചെയ്തതുപോലെ തന്നെ ഈ AFC ചെയ്യണം. ചുമ്മാ എടുത്തങ്ങ് അഡോപ്റ്റ് ചെയ്താൽ മാത്രം പോരാ, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് അഡോപ്റ്റിങ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഫോർമാറ്റിനെ പറ്റി തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഇതുപോലെ കൂടുതൽ കോണ്ടൻറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.